ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഗുരുവായൂർ പോവുകയാണ്, ഇന്ന് വൈകിട്ടുള്ള ട്രെയിനിൽ. അപ്പോൾ ഞങ്ങൾ റെഡിയായി, വീടൊക്കെ പൂട്ടി. ഇനി ആരതിയെയും അന്നയും പിക്ക് ചെയ്യാനുണ്ട്. അവരിങ്ങോട്ട് വരും. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ട്രെയിൻ കയറി ഗുരുവായൂരേക്ക് പോവുകയാണ്. അപ്പോൾ ഓക്കെ, ബായ്. ബാക്കി വിശേഷങ്ങൾ കാണാം. എല്ലാവരും വന്നതിന് ശേഷം ഞങ്ങൾ ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറി. ഇപ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഒരു സൈഡിൽ ടിക്കറ്റ് എടുത്തിട്ട് കറങ്ങിയൊക്കെ വേണം നമ്മൾ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. ചെറിയൊരു മഴച്ചാറ്റലും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറി, സീറ്റൊക്കെ കിട്ടി. ഞങ്ങൾ ഇനിയും കയറിയിരുന്ന് ഒന്ന് സെറ്റായപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് അടി തുടങ്ങി. എന്താണെന്നറിയത്തില്ല, ഈ യാത്ര പോകുമ്പോൾ ഭയങ്കര വിശപ്പാണ് വീട്ടിൽ ഇരിക്കുന്നതിനേക്കാളും. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്നാക്സും കാര്യങ്ങളും ഒക്കെ കഴിച്ചു. കപ്പലണ്ടി മുട്ടായിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രിത്തേക്കുള്ള ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പൊതിഞ്ഞോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഇലയിൽ പൊതിഞ്ഞോണ്ട് വരുന്ന ചോറിന് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഇലയിൽ പൊതിച്ചോറൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കൈയൊക്കെ കഴുകിയിട്ട് വന്നപ്പോൾ എനിക്ക് ട്രെയിനിൽ നിന്നൊരു മഞ്ചാടി കിട്ടി. അപ്പോൾ മഞ്ചാടിക്ക് ലവിൻ്റെ ഷേപ്പ്. പക്ഷേ ഇനി അത് ഭയങ്കര എന്താ പറയുക, ഞാൻ ഭയങ്കര ഹാപ്പിയായി. നമ്മൾ ഗുരുവായൂർ പോകാൻ നിൽക്കല്ലേ, അങ്ങനെ അവിടെ വന്നെന്ന് അറിയത്തില്ല, കറക്റ്റ് ഒരു മഞ്ചാടിയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും ദാണ്ട് ഗുരുവായൂർ എത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു മഴയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി നമ്മളൊരു ഓട്ടോയിൽ റൂമിലോട്ട് പോവുക ചെയ്തത്. പക്ഷേ ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, മഴ കാരണം വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പം സാധാരണ നമുക്ക് ഗുരുവായൂർ പോകുന്ന കണക്കല്ലായിരുന്നു, ഭയങ്കര തിരക്കുമായിരുന്നു. റൂമൊന്നും ഒഴിവില്ലായിരുന്നു, ഇഷ്ടംപോലെ കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് നേരത്തെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു റൂം കിട്ടിയായിരുന്നു. അങ്ങനെ റൂമിൽ വന്നു. തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂമായിരുന്നു. അങ്ങനെ വന്നു, ബാഗൊക്കെ വെച്ചു, ഫ്രഷായി അപ്പോഴേ കിടന്നു. പിറ്റേ ദിവസം രാവിലെ നമുക്ക് അമ്പലത്തിൽ പോകാനുള്ളതാണ്. അപ്പോൾ ബാക്കി നാളെ കാണാം. ഹായ് ഗൈസ്, അപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി രാവിലെ എണീറ്റ് റെഡിയായി. ഇവിടെ ആകെ ഒരു കണ്ണാടിയുണ്ട്. ഞങ്ങൾ 4 പേരുണ്ട്. കണ്ടോ, ഉണ്ടമ്മയ്ക്ക് എത്തുന്നില്ല. ഉണ്ടമ്മ താണ്ടെ കസാരയിൽ കയറി നിന്നു ഐലൈനർ എഴുതുവാണ് ഗൈസ്. ഞാൻ കുളിക്കാൻ കയറിയപ്പോ തൊട്ട് ഒരുങ്ങാൻ കയറിയവളാണ് ഇവള്. ഇതുവരെ അവൾ ഒരുങ്ങി കഴിഞ്ഞില്ല. അല്ല, കുളിക്കാൻ കയറിയപ്പോ കണ്ണെഴുതാൻ തുടങ്ങിയതാ. കണ്ണൊക്കെ എഴുതി കഴിഞ്ഞപ്പോ മുടിയിലോട്ട് കടന്നു. എന്തുവായത്? വേണ്ട, ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി മുടിയിൽ പൂവും കൂടി വെച്ചാൽ മതി. എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്? എല്ലാവരും കമന്റ് ഇട്ടേക്കണേ. ഗായ്സ്, നമ്മൾ അമ്പലത്തിലോട്ട് ഇറങ്ങുവാണ്. അന്നയുണ്ട്, അമ്മയുണ്ട്, ഉണ്ടമ്മയുണ്ട്, അല്ല ആരതി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. റൂമൊക്കെ പൂട്ടി ഞങ്ങൾ ഇറങ്ങുവാണ്. പോകുന്ന വഴിയിൽ നമ്മൾ മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. അങ്ങനെ തലയിൽ മുല്ലപ്പൂ ഒക്കെ വെച്ച് സുന്ദരി മണികളായിട്ടാണ് ഞങ്ങൾ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്നത്. പോകുന്ന വഴിയിലും ഭയങ്കര തിരക്കായിരുന്നു. എന്താണെന്നറിയത്തില്ല, നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഇഷ്ടം പോലെ കല്യാണമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ക്യൂ നിൽക്കേണ്ട കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ ഒരു കസിൻ ചേച്ചി തിരുവനന്തപുരം SB ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ചേച്ചി വഴി ഞങ്ങൾക്ക് ക്യൂ നിൽക്കാതെ കയറായിരുന്നു. ക്യൂ നിൽക്കാതെ എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് ക്യൂ നിൽക്കേണ്ടി വന്നു. 5 മിനിറ്റ് അതോ 10 മിനിറ്റ് അത്രേ ഉള്ളൂ. അല്ലാതെ പെട്ടെന്ന് അങ്ങ് കയറി. എന്തായാലും ഭഗവാനെ നല്ല രീതി കാണാൻ പറ്റി. അങ്ങനെ അമ്പലത്തിൽ കയറി ഗുരുവായൂരപ്പനെയൊക്കെ കണ്ടു. എന്താണെന്നറിയത്തില്ല, നല്ലതുപോലെ നമുക്ക് കാണാൻ പറ്റി. അത്രയും തിരക്കൊക്കെ ഉണ്ടായിരുന്നിട്ടും നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റി. ഭഗവാന്റെ തൊട്ടു ബാക്കിൽ തന്നെ കുറേ നേരം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റി. ഒത്തിരി സന്തോഷമായി. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കുറച്ച് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്, കൊള്ളാമോ ഇല്ലേന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതിനുശേഷം ഞങ്ങൾ പുറത്തു പോയി ഒരു റീലൊക്കെ എടുത്തു. അകത്ത് നിന്ന് എടുക്കാമായിരുന്നു, പക്ഷേ ഭയങ്കര തിരക്കായതുകൊണ്ട് കളിക്കാൻ പറ്റിയില്ല. കല്യാണ ആൾക്കാരും ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ടാണ് അകത്ത് നിന്ന് എടുക്കാഞ്ഞത്. എന്തായാലും നല്ലൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട് പുറത്തു നിന്ന് എടുത്തിട്ടായാലും. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ ദേവസ്വം കാര്യാലയത്തിൽ പോയിട്ട് എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടികളെ നമ്മൾ എല്ലാ വർഷവും ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വന്ന് പ്രോഗ്രാം ചെയ്യാറുണ്ട്. അരങ്ങേറ്റം നമ്മുടെ ഇവിടെ ഡാൻസ് സ്കൂളിൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ വെച്ച് നടത്തിയിട്ട് അവിടെ നമ്മൾ പ്രോഗ്രാമായിട്ട് ചെറുതായിട്ട് പോയി കളിക്കാറുണ്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കി എഴുതിയൊക്കെ ഇട്ടു. അപ്പോൾ ഇനി ഒരിക്കൽ കൂടി ഞങ്ങൾ ഉടനെ തന്നെ ഗുരുവായൂരപ്പനെ കാണാൻ വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ നേരെ റൂമിലോട്ടായിരുന്നു വന്നത്. റൂമിൽ വന്നു, പാൽപ്പായസം ഒക്കെ കുടിച്ചു, ഡ്രസ്സൊക്കെ മാറി. ഇനി ഞങ്ങൾ പാൽപ്പായസം കുടിക്കാൻ പോവുകയാണ്. അന്നുണ്ട്, ഉണ്ടമ്മയുണ്ട്, എൻ്റെ അമ്മയുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ. ഉറങ്ങിയൊക്കെ എഴുന്നേറ്റതിന് ശേഷം ഞങ്ങൾ റെഡിയായിട്ട് ആനക്കൊട്ടിലോട്ട് പോവുകയാണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഗുരുവായൂർ വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് വരെയും ഞാൻ ആനക്കൊട്ടിൽ കാണാൻ പോയിട്ടില്ല. പറഞ്ഞു കേട്ട അറിവും പിന്നെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഇതുവരെ ഞാൻ പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ കാണാൻ പോവുകയാണ്. എവിടെ ആനയെ കാണാൻ പോവാൻ? ഇവിടെ കാണാൻ പോവാൻ തന്നെ ക്യൂട്ട്.
അങ്ങനെ ഞങ്ങൾ ആന തൊട്ടിലിൽ അല്ല കൊട്ടിലിൽ എവിടെയോ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ ആ ഉള്ളിലോട്ട് കയറി. ഭയങ്കര നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു, നല്ല തണലും ഒക്കെ ആയിട്ടുള്ള. അങ്ങനെ നമ്മൾ ആദ്യത്തെ ആനയെ കണ്ടു. രണ്ടാമത്തെ ആനയ്ക്ക് എന്തോ എവിടെയോ ഒരു പന്തികേടുണ്ടായിരുന്നു. വയ്യാത്ത ആനയാ, വയസ്സായി എന്ന് ഇങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു. പിന്നെ പിടിയാനയെ കണ്ടു. ബുദ്ധിമതിയായ ഒരു വ്യക്തി, ഈ വ്യക്തി ഇല്ല, അത് സംഭവം അതല്ല. അവിടെ ഗർഭിണിയാണ്. അങ്ങനല്ല, ആ ആനയുടെ വയറ് വീർത്തിരിക്കുന്നേ, അതിനകത്തൊരു കുഞ്ഞു ഭാഗം ഇങ്ങനെ കിടക്കുന്ന പോലെ കിടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ആ ആന ഗർഭിണിയാണെന്ന്. അപ്പൊ ഇവരെല്ലാരും കൂടി എന്നെ ഇട്ട് ഒരിക്കലും ചൊട്ടി കിടക്കാറില്ല. എടി, ആനയുടെ വയറൊരു ഷേപ്പ്, അത്രയും ഭാഗം മാത്രം എന്തോ വേറെ ഒരു വെറൈറ്റി ഷേപ്പ്. ഈ പറഞ്ഞത് നമ്മൾ രണ്ടാമത് കണ്ട ഒരു ആനയില്ലേ, ഞാൻ പറഞ്ഞില്ലേ വയ്യാത്ത ആനയെന്ന്, ആ ആനയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പിന്നാണ് അറിഞ്ഞത് അത് വയ്യാത്ത ആനയാണെന്ന്. പിന്നെ കുറേ ആനകളെ ദൂരെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ഇരുന്നൊരു വാച്ചർമാൻ അമ്മ പറഞ്ഞു മതപ്പാട് വന്ന ആനയാണ്, അതുകൊണ്ട് മാറ്റി കെട്ടിയിട്ടേക്കുവാണെന്ന്. കുറേ ആന, ഒരു 5-6 ആന കാണും, കുറച്ച് സൈഡിലോട്ട് മാറ്റി ദൂരത്തോട്ട് ഇട്ടേക്കുന്നത്. അങ്ങോട്ടൊന്നും ആരെയും അങ്ങോട്ട് അടുപ്പിക്കത്തില്ല. പിന്നെ ഞങ്ങൾ തലയാട്ടുന്ന ആനയെ കണ്ടു. അതൊക്കെ ഞാൻ ഇങ്ങനെ റീൽസിലും ഒക്കെ കണ്ടിട്ടുള്ളായിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം കൂടെ നിന്ന് തലയൊക്കെ ആട്ടി. എല്ലാ ആനകളുടെ ഫോട്ടോസും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് ആനകളുടെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു സൈഡിൽ പോയിരുന്ന് ബ്രെഡും ജാമും കഴിക്കുമായിരുന്നു. കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചെറിയൊരു ഡാൻസൊക്കെ റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്നിട്ട്. നമ്മൾ ആനകളെ കണ്ടു. ആനകളെ കണ്ടിട്ട് നമ്മൾ ഇതാണ്ട് ഇറങ്ങുന്നു. ഇനി നേരെ എങ്ങോട്ടാന്ന് പോലും അറിയത്തില്ല. നമുക്ക് 11 മണിക്കേ ഉള്ളൂ ട്രെയിൻ. അതുവരെ നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങണം. ഇനി ഇവിടെ എവിടെയെങ്കിലും സ്ഥലങ്ങളുണ്ടോ? അങ്ങനെ നമ്മൾ ഓട്ടോ പിടിച്ച് നേരെ ഗുരുവായൂരമ്പലത്തിൽ പോകാമെന്ന് തന്നെ പ്ലാൻ ഇട്ടു. ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ കാണാം, പിന്നെ കുറച്ച് കുളത്തിലൊക്കെ ഒന്ന് പോകാമെന്ന്. രാവിലെ അതൊന്നും നടന്നില്ല, ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര തിരക്കായിരുന്നു എന്ന്. അതുകൊണ്ട് അതൊന്നും നടന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഗുരുവായൂരമ്പലത്തിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ അമ്പലക്കുളത്തിലോട്ടാണ് പോയത്. അവിടെ കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങൾ അവിടെ കാലക്കിയിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാനൊരു ആമയെ കണ്ടു. ആമ വന്ന് ഒന്ന് സലാം പറഞ്ഞു, അതേ വഴി പോയി. അതുകൊണ്ട് വീഡിയോയിൽ കിട്ടിയിട്ടില്ല ആമയെ. ഞാൻ അവിടെ നിന്ന് കുറേ കഴിഞ്ഞ് എഴുന്നേക്കാൻ നേരത്ത് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് തന്നെയാണ് ഇരുന്നത്. അമ്മ ഇരുന്നെടുത്ത് തൊട്ട് ബാക്കിൽ ഞാൻ കൈ വെച്ചപ്പോൾ ഒരു മഞ്ചാടിയുടെ പുറത്താണ് ഞാൻ കൈ വെച്ചത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് ട്രെയിനിൽ നിന്നൊരു മഞ്ചാടി കിട്ടിയെന്ന്. അപ്പോൾ ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൈ വെച്ചത് മഞ്ചാടിയുടെ പുറത്തായിരുന്നു. അപ്പോൾ ഞാനത് എടുത്തു. ഞാൻ അമ്മ പിന്നെയും എനിക്ക് മഞ്ചാടി കിട്ടി. മഞ്ചാടി ഒരു കുന്നിക്കുരുവായിട്ട് കറക്റ്റ് എൻ്റെ കൈയുടെ അടിയിൽ തന്നെ വന്ന് നിന്നു. അങ്ങനെ എനിക്ക് ഒത്തിരി സന്തോഷമായി. അത് ഞാൻ എടുത്ത് ബാഗിലിട്ടോണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു പരിപാടി കാണാൻ പോയി. കൊല്ലത്തുള്ള ഏതോ ഒരു ഡാൻസ് ഗ്രൂപ്പിൻ്റെ പരിപാടി ആയിരുന്നു. കറക്റ്റ് ഡാൻസ് കൊണ്ട് പേരൊന്നും എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോയി. പോകുന്ന വഴിയിൽ താണ്ടെ വന്ന് ഇറങ്ങുന്ന സൈഡിൽ തന്നെ കുറേ മാലകളും കമ്മലുമായിട്ട് ഒരു അമ്മ ഇരിപ്പുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് കമ്മലൊക്കെ മേടിച്ചു. പിന്നെ കപ്പലണ്ടിയൊക്കെ തിന്നു. ഞങ്ങൾ നേരെ റൂമിലോട്ടാണ് പോയത്. റൂമിൽ നിന്ന് ബാഗ് എടുത്ത് ഞങ്ങൾ നേരെ എന്നിട്ട് എവിടെ പോയത്? റെയിൽവേ സ്റ്റേഷനിലാണ് പോയത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലൊക്കെ കയറി. ഈ ട്രെയിൻ എടുത്തു. പകുതി എത്തിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അപ്പോഴത്തേക്കും വീഡിയോ എടുത്ത് അപ്പോഴത്തേക്കും എല്ലാവരും ഉറക്കമായി. എൻ്റെ കൂടെ വന്നവർ, ഞാൻ മാത്രം ഉറങ്ങാതെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ 11:15 ട്രെയിനിലാണ് നമ്മൾ ഗുരുവായൂരിൽ നിന്ന് കയറിയത്. നമ്മൾ കൊല്ലത്തെത്തിയപ്പോഴത്തേക്കും ഒരു 4 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ വിളിക്കാൻ എൻ്റെ അച്ഛൻ വന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അച്ഛൻ്റെ ഓട്ടോയിൽ കയറി. അതായത് അന്നയും ആരതിയെയും വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ നേരെ വീട്ടിൽ വന്നു. അപ്പോഴത്തേക്കും ഒരു 4:30 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ 2 കുറുമ്പന്മാരാണ്. അങ്ങനെ അവരുടെ സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വീടിനകത്തൊക്കെ കയറി. നല്ല ഉറക്കം വരുന്നുണ്ട്, നല്ല ക്ഷീണവും ഉണ്ട്. മണി 4:30 ആയിട്ടുണ്ട്. പോയി ഫ്രഷായി വന്നു. ഇനി കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബായ്.